Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ.പി. സജിത് ലാൽ രക്തസാക്ഷി ദിനം ആചരിച്ചു. അന്നൂർ വില്ലേജ് ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങ് കെ.പി.സി.സി വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലും ഒപ്പം കേരളത്തിലും കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് സന്ദീപ് വാര്യർ അഭിപ്രായപ്പെട്ടു. കെ.പി. സജിത് ലാലിന്റെ 31ാം ചരമദിനത്തിൽ വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ അവരോട് പറഞ്ഞത്, ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയുടെയും DNA-യിൽ കോൺഗ്രസ് ഉണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നത് ഇന്ത്യയുടെ ആശയമാണ്. അതുകൊണ്ട് ഒരു ഇന്ത്യക്കാരന് കോൺഗ്രസ് ആയി മാറുക എന്നത് സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയ മാത്രമാണ്. സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ്. കാരണം ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിലും ജനാധിപത്യ ബോധത്തിലേക്കും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലേക്കുമാണ് പിറന്നു വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഇന്ത്യക്കാരും കോൺഗ്രസ് ആയി മാറുക എന്നത് പ്രയാസമുള്ള കാര്യമില്ല. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ.ടി. ഹരീഷ് അധ്യക്ഷനായി. എം.പി. ഉണ്ണികൃഷ്ണൻ, എം.കെ. രാജൻ, കെ. ജയരാജ്, രജിത് നാറ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വാക്തർക്കത്തിനിടെ മർദ്ദനത്തിനിരയായി ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പരാതിയിൽ കേസെടുത്ത പയ്യന്നൂർ പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തു. വെള്ളൂർ ചാമക്കാവിന് സമീപത്തെ ടൈൽസ് തൊഴിലാളി കരുവെള്ളൂർ പെരളത്ത് താമസിക്കുന്ന പി. അജയൻ എന്ന അജിയാണ് മരണപ്പെട്ടത്. വാക്തർക്കത്തിനിടെ മർദ്ദനത്തിനിരയായി ചികിത്സയിലായിരുന്ന യുവാവ് മരണപ്പെട്ടു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വെള്ളൂർ ചാമക്കാവിന് സമീപത്തെ ടൈൽസ് തൊഴിലാളി കരിവെള്ളൂർ പെരളത്ത് താമസിക്കുന്ന പി. അജയൻ എന്ന അജിയാണ് മരണപ്പെട്ടത്. കുഴഞ്ഞു വീണതിനെ തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെയാണ് അന്ത്യം സംഭവിച്ചത്. സുഹൃത്തിന്റെ പരാതിയിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം മർദ്ദനമേറ്റതിനെ തുടർന്ന് അവശനിലയിലായ ഇയാൾ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഇതിനിടയിലാണ് വെള്ളിയാഴ്ച രാവിലെ മരണപ്പെട്ടതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ തൊഴിലാളി പെരളം സ്വദേശിയായ രാജേഷിനെ പയ്യന്നൂർ എസ്.ഐ. പി. യദുകൃഷ്ണൻ കസ്റ്റഡിയിലെടുത്തു. പോലീസ് ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിനും ശേഷമേ മരണകാരണം വ്യക്തമാകൂ. അതേസമയം നീലേശ്വരത്തുണ്ടായ ചില അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ മരണപ്പെട്ട യുവാവിന്റെ വാഹനം നീലേശ്വരം പോലീസിന്റെ കസ്റ്റഡിയിലാണെന്ന വിവരവും പുറത്തുവന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ.പി. സജിത് ലാലിന്റെ 31ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് സിന്ദാബാദ്, കോൺഗ്രസ് സിന്ദാബാദ്, സജിത് ലാലേ നേതാവേ, സജിത് ലാലേ നേതാവേ, പയ്യന്നൂരിൻ തെരുവീതികളിൽ പിഴഞ്ഞു വീണ് മരിക്കുമ്പോഴും അയ്യോ എന്ന് വിളിക്കാതെ അമ്മേ എന്ന് കരയാതെ. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ.പി. സജിത് ലാലിന്റെ 31ാം ചരമവാർഷിക ദിനാചരണം നടന്നു. മൂരിക്കോവിലിലെ സജിത് ലാൽ സ്മാരക മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ. ജയരാജ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ രജിത് നാറാത്ത്, എം.കെ. രാജൻ, A.P. നാരായണൻ, പി. ലളിത ടീച്ചർ, യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ, KSU ജില്ലാ പ്രസിഡന്റ് അതുൽ മോഹൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വോളിബോളിനെ നെഞ്ചേറ്റുകയും അതിനായി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച KV ശശിധരൻ. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പൊതുദർശനത്തിൽ വിവിധ മേഖലയിലുള്ളവരടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു.
വോളിബോളിനായി ജീവിതമൊഴിഞ്ഞുവച്ച വ്യക്തിത്വമായിരുന്നു KV ശശിധരൻ. KVS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന KV ശശിധരൻ മികച്ച സംഘാടകനും ആസ്വാദകനുമാണ്. 1984 ശശിധരൻ കാനായി ജോളി സ്പോർട്സ് ക്ലബിൽ അംഗമായി. വ്യത്യസ്ത ആൾക്കാരുമായുള്ള ബന്ധവും സ്ഥിരോത്സാഹവും KVSനെ ക്ലബിന്റെ അവിഭാജ്യ ഘടകമാക്കി മാറ്റി. ക്ലബിന്റെ സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നു. ജില്ലാ വോളിബോൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി, ജില്ലാ വോളിബോൾ അസോസിയേഷൻ പ്രസിഡന്റ്, കേരള വോളിബോൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം, മീഡിയ കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വന്നു. മുൻ MP T. ഗോവിന്ദന്റെ നേതൃത്വത്തിൽ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ രൂപീകരിച്ചതു മുതൽ അതിൽ അംഗമാണ്. വോളിബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച അഖിലേന്ത്യാ വോളിയുടെ സംഘാടകനും T. ഗോവിന്ദൻ അഖിലേന്ത്യാ വോളിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളുമായിരുന്നു ശശിധരൻ. ശശിയേട്ടൻ്റെ അകാലത്തിലുള്ള മരണം ഏറെ വേദനാജനകമാണ്. ശശിയേട്ടനുമായി ഉള്ള ബന്ധം ഞങ്ങളെല്ലാം ആരംഭിക്കുന്നത് പയ്യന്നൂർ കോളേജിലെ പഠനകാലത്താണ്. ശശിയേട്ടൻ നമുക്കെല്ലാം അറിയുന്നത് പോലെ മികച്ച കായിക സംഘാടകനാണ്. എല്ലാ കായിക താരങ്ങളോടും എല്ലാ ആളുകളോടും ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ തലത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. വളരെ കൃത്യമായി കളിയെക്കുറിച്ച് അഭിപ്രായം പറയും. ഓരോ കളിക്കാരനെയും വിലയിരുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ പയ്യന്നൂരിൽ എസിന് ശേഷം എസിനെ പോലെ തന്നെ ഒരാളായിരുന്നു ശശിയേട്ടൻ. ശശിയേട്ടൻ്റെ ഈ അകാലത്തുള്ള വിയോഗം പയ്യന്നൂരിലെ ഒരു കായിക സംഘാടനത്തിനും പയ്യന്നൂരിലെ ഒരു സാംസ്കാരിക രംഗത്തും സാമൂഹ്യ മണ്ഡലത്തിലും വലിയൊരു ശൂന്യതയാണ് സൃഷ്ടിച്ചത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഈ ഒരു വേർപാടിൽ അനുശോചിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ മുതൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിലും തുടർന്ന് എടാട്ടെ വീട്ടിലും കാനായിയിലും നടന്ന പൊതുദർശനത്തിൽ വിവിധ മേഖലയിലുള്ളവരടക്കം നിരവധി പേർ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. പൊതുദർശനത്തിനു ശേഷം പരവന്തട്ടയിലെ സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KP സജിത് ലാലിന്റെ 31ാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് രക്തസാക്ഷിത്വ സ്മൃതി സന്ധ്യ സജിത് ലാൽ മന്ദിരത്തിൽ നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബർട്ട് വെള്ളാംവെള്ളി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KP സജിത് ലാലിന്റെ 31ാം രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് രക്തസാക്ഷിത്വ സ്മൃതി സന്ധ്യ സജിത് ലാൽ മന്ദിരത്തിൽ നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബർട്ട് വെള്ളാംവെള്ളി ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന്റെ മുന്നിലേക്ക് ഈ 30 വർഷങ്ങൾക്കിപ്പുറവും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ, അമ്മമാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം: എന്തിനാണ് ഈ ചെറുപ്പക്കാരനെ ഇത്ര ക്രൂരമായ രീതിയിൽ നിങ്ങൾ വധിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണൻ അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ബൈപ്പാസ് റോഡിൽ മടത്തുംപടി അമ്പലം ജംഗ്ഷനിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് പണിമുടക്കി നാളുകളേറെയായെങ്കിലും പ്രശ്നം പരിഹരിക്കാതെ അധികൃതർ. ഈ ഭാഗത്ത് ബൈപ്പാസ് റോഡിലെ കുഴികളോടൊപ്പം വെളിച്ചവും കൂടി ഇല്ലാതായതോടെ ഇരട്ടി ദുരിതത്തിലായിരിക്കുകയാണ് വാഹന കാൽനട യാത്രക്കാർ. പയ്യന്നൂർ ബൈപ്പാസ് റോഡിൽ മടത്തുംപടി അമ്പലം ജംഗ്ഷനിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് പണിമുടക്കിയിട്ട് മാസങ്ങളായി. ഇത് പ്രകാശിപ്പിക്കാൻ ഇതുവരെയും അധികൃതർ നടപടികളൊന്നും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധമുയരുന്നു. നിലവിൽ ബൈപ്പാസ് റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കൊപ്പം വെളിച്ചം കൂടി ഇല്ലാതായതോടെ ഇരട്ടി ദുഃഖത്തിലായിരിക്കുകയാണ് യാത്രക്കാർ. രാത്രിയിൽ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് വെളിച്ചമുണ്ടെങ്കിലും നിലവിൽ ഈ പ്രദേശത്ത് റോഡിലെ കുഴികൾ തിരിച്ചറിയാൻ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ വെളിച്ചം കൂടി ഉപകാരപ്പെടുമായിരുന്നു. ലൈറ്റ് പ്രകാശിക്കാത്തത് കാരണം ഏറ്റവുമധികം ദുരിതമനുഭവിക്കുന്നത് കാൽനട യാത്രക്കാരാണ്. കൊക്കാനിശ്ശേരി ഭാഗത്തേക്കും മൂരിക്കോവൽ ഭാഗത്തേക്കും മടത്തുംപടി ക്ഷേത്രത്തിലുമൊക്കെ രാത്രിയിൽ കാൽനടയായി ഇതുവഴി കടന്നുപോകുന്നവർ ഇപ്പോൾ ഏറെ പ്രയാസമനുഭവിക്കുന്നുണ്ട്. ഇതോടൊപ്പം ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചതിന് തൊട്ടു താഴെയായി ഇളകിക്കിടക്കുന്ന ഓവുചാൽ സ്ലാബും കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകട ഭീഷണി ഉയർത്തുകയാണ്. എത്രയും വേഗം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെന്നാണ് പ്രദേശവാസികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏഴോം പഞ്ചായത്തിലെ അടിപ്പാലം ഓണപ്പറമ്പ് ചുടലമുക്ക് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് ഏഴോം പഞ്ചായത്തിന് മുന്നിൽ സമരം നടത്തി. മുസ്ലിം ലീഗ് കലാശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് SKP സക്കറിയ ഉദ്ഘാടനം ചെയ്തു.
രണ്ട് കിലോമീറ്റർ നീളത്തിൽ റോഡ് വിവിധ സ്ഥലങ്ങളിൽ തകർന്ന അവസ്ഥയാണ്. ദേശീയപാതയിൽ ഗതാഗത തടസ്സമുണ്ടായാൽ ബൈപ്പാസായി ഉപയോഗിക്കുന്ന സുപ്രധാന റോഡ് കൂടിയാണിത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദുരിതം പേറുകയാണ്. റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും എങ്ങും എത്താത്ത അവസ്ഥയാണ്. താൽക്കാലികമായി കുഴിയടക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. സമരം SKP സക്കറിയ ഉദ്ഘാടനം ചെയ്തു. നക്കാപ്പച്ചെടുക്കാൻ ആര് വരുവോടോ? 1 ലക്ഷം വെച്ചിട്ട് 100 മീറ്റർ റോഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ടറും വരൂല. അതുപോലെ തന്നെ അടിസ്ഥാനപരമായ സൗകര്യം ഉണ്ടാക്കുന്നതിൽ പഞ്ചായത്തിന് താല്പര്യമില്ല എന്ന ബോധ്യമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ബഹുമാന്യനായ പ്രസിഡന്റ് ഗോവിന്ദേട്ടനോടും പ്രിയപ്പെട്ട ഗീതേച്ചി വൈസ് പ്രസിഡന്റിനോടും ഈ പ്രദേശത്തെ കുട്ടികൾക്ക്, ഈ പ്രദേശത്തെ വയോജനങ്ങൾക്ക് നമ്മൾ ഒരു പദ്ധതി പഞ്ചായത്തിന്റെ അനിവാര്യമായ ചുമതലയല്ലേ ഗതാഗത സൗകര്യം ഉണ്ടാക്കുക. M. അബ്ദുള്ള, ജംഷീർ ആലക്കാട്, മുസ്തഫ കൊട്ടില, KP അബ്ദുള്ള ഹാജി, ബുഷ്ര സക്കറിയ, അബ്ദുള്ള ദാരിമി, ആരിഫ് KC, സജ്ഫീർ K, ഹസൻ MP തുടങ്ങിയവർ നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും റോഡിന് MLA ഫണ്ട് അനുവദിച്ച് ടെൻഡർ നടപടി പൂർത്തിയായി വരികയാണെന്നും ഏഴോം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KN ഗീത അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ജൂലൈ 9 നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടിപ്പിച്ച വടക്കൻ മേഖലാ ജാഥയ്ക്ക് കണ്ണൂർ ജില്ലാ അതിർത്തിയായ പയ്യന്നൂരിൽ വരവേൽപ്പ് നൽകി. നിരവധി പേർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. ായി ഒരു 100 കോടി 80 കോടി മുതൽ 100 കോടിയെങ്കിലും തൊഴിലാളികളാണ്. ആ തൊഴിലാളികളാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക ചലനത്തിന്റെ ചാലക ശക്തി. അതിന്റെ നാരായ വേരെന്ന് പറഞ്ഞാൽ അത് അറുക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുണ്ടാക്കുന്ന സമ്പത്ത്, അതിന്റെ പുറത്ത് അടയിരിക്കുന്നവർ അവർക്ക് യഥേഷ്ടം കൈകാര്യം ചെയ്യാമെന്ന് കണക്കാക്കിക്കൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സമ്പത്തുള്ളവർ വീണ്ടും സമ്പത്തുണ്ടാക്കാനുള്ള അവസരം വരുന്നു. 40-50 കിടന്ന ശതകോടീശ്വരന്മാരുടെ എണ്ണം BJP ഗവൺമെന്റ് ഭരിച്ചതിന് ശേഷം ഇപ്പോൾ 169 ആയി. പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ പരിസരത്ത് നിന്നും സ്വീകരണ കേന്ദ്രമായ ഷേണായ് സ്ക്വയറിലേക്ക് ജാഥയെ വരവേറ്റു. സ്വീകരണ പൊതുയോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ KV ബാബു അധ്യക്ഷനായി. ജാഥ ലീഡർ KN ഗോപിനാഥ്, വൈസ് ക്യാപ്റ്റൻ R സജിത്ലാൽ, ജാഥ മാനേജർ K സത്യ, P കൃഷ്ണമ്മാൾ, TK രാജൻ, K മനോഹരൻ, C കൃഷ്ണൻ, PV കുഞ്ഞപ്പൻ, P സന്തോഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് ടെമ്പിൾ എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലാ സംയുക്ത കൺവെൻഷൻ പയ്യന്നൂർ വാണിയ സമുദായ സമിതി ഹാളിൽ ചേർന്നു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ VV ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ടെമ്പിൾ എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലാ സംയുക്ത കൺവെൻഷൻ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ VV ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ UDF ഭരിക്കുമ്പോൾ എന്തൊക്കെ ഒരു സമരവും കാര്യങ്ങളുമായിട്ട് ക്ഷേത്ര ജീവനക്കാർ ഇറങ്ങിയാൽ UDF-നെതിരാണ്, നിങ്ങൾ ആ ഭരണത്തിനെതിരായിട്ടാണ്, അതുകൊണ്ട് അത് പൊളിക്കണം എന്ന് പറയും. INTUC പറയും. CIT-യുടെ ഭരണം വരുമ്പോൾ CIT-യുടെ ആൾക്കാർ വേണ്ട, നമ്മളെ തെറ്റിക്കുന്ന, അവരെ സമയത്ത് ചെയ്തുവോ, ഇപ്പല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അത് തെറ്റിക്കും, അവരെ സ്പ്ലിറ്റ് ആക്കും. പക്ഷെ അത് ആലോചിക്കേണ്ട ബുദ്ധി അവർക്കില്ല. BMS ആയാലും BMS-ഉം മൊത്തക്കച്ചവടം കഴിഞ്ഞാൽ കുറ്റം പറയുന്നല്ല സാർ. മൊത്തക്കച്ചവടം ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ അവർ ഉണ്ടായില്ല, ആരും ഉണ്ടായില്ല, സത്യം പറഞ്ഞാൽ ആരുമില്ല. അങ്ങനെയുള്ളത് മനസ്സിലായിക്കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനം. ക്ഷേത്ര ജീവനക്കാരോടുള്ള വിവേചനവും ശമ്പള കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ ഇരട്ടത്താപ്പ് നയങ്ങൾക്കുമെതിരെ മുഴുവൻ ക്ഷേത്ര ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിന് കോർഡിനേഷൻ കമ്മിറ്റി തയ്യാറാണെന്നും ജൂലൈ 21 മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്ര ജീവനക്കാരുടെ അവകാശ സംരക്ഷണ ദിനമായി ആചരിക്കാനും കോഴിക്കോട് മലബാർ ദേവസ്വം ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. TM രമേശ് സ്വാഗതം പറഞ്ഞു. TM വാസുപ്രദീപ് അധ്യക്ഷത വഹിച്ചു. യോഗക്ഷേമ സഭ, അഖില കേരള ശാന്തിക്ഷേമ യൂണിയൻ, പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം, വാര്യ സമാജം, മാരാർ ക്ഷേമസഭ എന്നീ സംഘടനകളെ പ്രതിനിധീകരിച്ച് മധു മരങ്ങാട്, നീരജ് M നമ്പൂതിരി, PN ദാമോദരൻ നമ്പൂതിരി, AP ശംഭു എമ്പ്രാന്തിരി, ശ്രീധരൻ ഭട്ടതിരി, AP ശ്രീനിവാസൻ, KT രാജൻ നമ്പീശൻ, സനോജ് KM, അടിമന വാസുദേവൻ നമ്പൂതിരി, RP ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഗിരീഷ് കുമാർ, കരിമ്പന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ ഓൺലൈൻ മുഖേന ലഭ്യമാക്കുന്നതിനും ഉപകാരപ്പെടുന്നതിനും വേണ്ടി കുടുംബശ്രീയുടെ സംരംഭമായി കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക്
കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും സ്മാർട്ട് സംവിധാനം നിലവിൽ വന്നതോടുകൂടി പൊതുജനങ്ങൾക്ക് നേരിട്ട് പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ഹെൽപ്പ് ഡെസ്ക് സംവിധാനം പ്രവർത്തിക്കുന്നതിന് LSGD മുഖാന്തരം തന്നെ മുമ്പേ തന്നെ നമുക്ക് അപേക്ഷ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ച് നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തിലൂടെയാണ് ഇത്തരത്തിൽ ഇന്ന് ഹെൽപ്പ് ഡെസ്ക് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ K ജിഷ ബേബി, P കരുണാകരൻ മാസ്റ്റർ, വാർഡ് മെമ്പർമാരായ കല്യാണി, സുമയ്യ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് സതീശൻ പുളുക്കു, CDS ചെയർപേഴ്സൺ K ഷീബ, മറ്റ് കുടുംബശ്രീ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയതും മർദ്ദനം ഏറ്റുവാങ്ങിയതും ത്യാഗം സഹിച്ചതും ഏറെയും സോഷ്യലിസ്റ്റുകളായിരുന്നുവെന്ന് RJD ദേശീയ സമിതി അംഗവും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സലീം മടവൂർ. രാഷ്ട്രീയ ജനതാദൾ തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ ജനതാദൾ തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനാചരണ പരിപാടി RJD ദേശീയ സമിതി അംഗവും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സലീം മടവൂർ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ KMK ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് PV തമ്പാൻ അധ്യക്ഷത വഹിച്ചു. RJD ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ, E ബാലകൃഷ്ണൻ, EV ഗണേശൻ, VV വിജയൻ, C ബാലകൃഷ്ണൻ, T അജിത, M മനു, K പവിത്രൻ, KV രഘുത്തമൻ, N പത്മനാഭൻ, VK ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. അടിയന്തരാവസ്ഥയിലെ സമരത്തിൽ പങ്കെടുത്ത P തമ്പാൻ നായർ, M കുഞ്ഞിക്കണ്ണൻ എന്നിവർ അവരുടെ ഓർമ്മകൾ പങ്കുവച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എരമം കുറ്റൂർ കൺവെൻഷനും നവാഗതർക്കുള്ള സ്വീകരണവും മാതമംഗലം പെൻഷൻ ഭവനിൽ നടന്നു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി K കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എരമംകുറ്റൂർ കൺവെൻഷനും നവാഗതർക്കുള്ള സ്വീകരണവും മാതമംഗലം പെൻഷൻ ഭവനിൽ നടന്നു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി K കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. K ദാമോദര പൊതുവാൾ നവാഗതരെ സ്വീകരിച്ചു. TP ദാമോദരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. TM ജയകൃഷ്ണൻ, P കൃഷ്ണൻ, P ശൈലജ ടീച്ചർ, P ചന്ദ്രവല്ലി, T ഇന്ദിര, VV രാമചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ യൂണിറ്റ് പ്രവർത്തക കൺവെൻഷനും അനുമോദനവും നവാഗതരെ സ്വീകരിക്കലും നടന്നു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം A രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ യൂണിറ്റ് പ്രവർത്തക കൺവെൻഷനും അനുമോദനവും നവാഗതരെ സ്വീകരിക്കലും മഹാദേവഗ്രാമം ഗ്രാൻഡ് ഷൺമുഖ ഓഡിറ്റോറിയത്തിൽ നടന്നു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം A രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KSSPU പയ്യന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് PV ചാത്തുക്കുട്ടി അധ്യക്ഷത വഹിച്ചു. KSSPU പയ്യന്നൂർ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം E ശശിധരൻ നവാഗതരെ പരിചയപ്പെടുത്തി. KSSPU പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് പ്രസിഡന്റ് NK രാഘവൻ നവാഗതരെ സ്വീകരിച്ചു. PV ലക്ഷ്മണൻ നായർ, BP ഗീത, KP രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലഹരിവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി പഴയങ്ങാടി മേഖലയിൽ വിവിധ സംഘടനകളും സ്കൂളുകളും ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ചെറുകുന്നിൽ 100 കണക്കിന് കുട്ടികൾ അണിനിരന്ന റാലി കണ്ണപുരം CIP ബാബുമോൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. ലഹരിവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി നാടെങ്ങും വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. പഴയങ്ങാടി മേഖലയിലും വിവിധ സംഘടനകളും സ്കൂളുകളും ബോധവൽക്കരണ പരിപാടികളും റാലിയും സംഘടിപ്പിച്ചു. കണ്ണപുരം പോലീസും യങ് മൈൻഡ് കല്യാശ്ശേരിയും ചെറുകുന്ന് ഗവൺമെന്റ് ബോയ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുകളും ചേർന്ന് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കണ്ണപുരം CI P ബാബുമോൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. മദ്യപിക്കുന്നവരെ തിരുത്താനും അവർ നിയമപരമായ രീതിയിലേക്ക് കൊണ്ടുവരാനൊക്കെ നമുക്ക് സാധിക്കണം. അപ്പോൾ ഇന്ന് ഈ പരിപാടിക്ക് എല്ലാവരും സംഘടിപ്പിച്ച നമ്മുടെ പ്രസിഡന്റുണ്ട്, യങ് മൈൻഡ്സ് ഇന്റർനാഷണലിന്റെ ആൾക്കാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, വിദ്യാർത്ഥികളുണ്ട്. എല്ലാവരെയും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. റാലിയിൽ കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് K രതി, നിറം രാജേഷ്, KV സിജു, P ഷീല, K രവി തുടങ്ങിയവർ പങ്കെടുത്തു. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ ചേർന്ന് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ചെറുകുന്ന് പുന്നച്ചേരി സെന്റ് മേരീസ് LP സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു. ഹെഡ് മിസ്ട്രസ് ക്രിസ്റ്റീന ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ഇരിണാവ് മടക്കര ജനകീയ കൂട്ടായ്മ സംയുക്താഭിമുഖ്യത്തിലും ബോധവൽക്കരണ റാലി ഒരുക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
വനിതകളെ വായനയിലേക്ക് നയിക്കുന്നതിനായി തൃക്കരിപ്പൂർ കുടുംബശ്രീ CDS നേതൃത്വത്തിൽ ജെൻഡർ റിസോഴ്സ് സെന്റർ ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിച്ചു. അക്ഷരക്വിസ് പുസ്തക ചലഞ്ചിലൂടെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ നിന്നും 300-ൽ പരം പുസ്തകങ്ങൾ ഒറ്റ ദിവസം കൊണ്ടാണ് ഗ്രന്ഥാലയത്തിലേക്ക് എത്തിയത്. ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ പ്രവർത്തനം ആരംഭിച്ച GRC ഗ്രന്ഥാലയത്തിലൂടെ വനിതകളുടെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വായിക്കാൻ ഒരിടമൊരുക്കുക എന്നുമുള്ള ലക്ഷ്യങ്ങളാണുള്ളത്. അക്ഷരക്കൊയ്ത്ത് പുസ്തക ചലഞ്ചിലൂടെ പ്രമുഖ പ്രസാധകരുടേതുൾപ്പെടെ വ്യത്യസ്ത ശാഖകളിലുള്ള 300-ലധികം പുസ്തകങ്ങളാണ് ഗ്രന്ഥാലയത്തിന് കൈമാറിയത്. വായനാ വാരാചരണ ഭാഗമായി ക്വിസ് മത്സരവും നടന്നു. പഞ്ചായത്ത് CH ടൗൺ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. ഓരോ കുടുംബശ്രീയിൽ നിന്നും ഓരോ ബുക്ക് എന്ന നിലയിൽ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ലൈബ്രറി സംവിധാനത്തെക്കുറിച്ച് നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയും അതുപോലെ അധ്യക്ഷസ്ഥാനം വഹിച്ച CDS ചെയർപേഴ്സൺ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ കാലങ്ങളെ പോലെയല്ല, തൃക്കരിപ്പൂർ GRC പുതിയ സംരംഭത്തിലേക്ക് മാറിയിരിക്കുകയാണ്. GRCയുടെ രചിത ഇവിടെ ഉണ്ട്, ഞാൻ അഭിമുഖം ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകണം. ഇന്നുള്ള നിലവിലുള്ള കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം 6 മാസം കഴിഞ്ഞാൽ അവർ പുറത്തു പോകേണ്ടി വരും. ഭരണസമിതി അങ്ങനെയല്ല. കുടുംബശ്രീ CDS അധ്യക്ഷ M മാലതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി P അരവിന്ദൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഫായിസ് B റിച്ചേരി, M ഷൈമ, KM ഫരീദ, GRC കമ്മ്യൂണിറ്റി കൗൺസിലർ C രജിത എന്നിവർ പ്രസംഗിച്ചു. വായനാദിന ക്വിസ് മത്സരത്തിൽ 12ാം വാർഡിലെ KV വിദ്യ 1ാം സ്ഥാനം നേടി. 2ാം വാർഡിലെ വീണ ബ്രിജിത്ത് 2ാം സ്ഥാനം നേടി. വിജയികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനദാനം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് സെൽ, GRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, NSS എന്നീ യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു. തളിപ്പറമ്പ് DYSP KE പ്രേമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് സെൽ, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, NSS യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു. തളിപ്പറമ്പ് DYSP KE പ്രേമചന്ദ്രൻ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. 2-3 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഇതേ സ്കൂളിൽ പല പരിപാടിക്കും വന്ന സമയത്ത് അന്നും ലഹരിയെക്കുറിച്ച് 1-2 വാക്കുകൾ പറഞ്ഞ സമയത്ത് പഴയ കാര്യങ്ങളും പലർക്കും അജ്ഞാതമായിരുന്നു, അറിയില്ല അതിനെക്കുറിച്ച്. അന്ന് ഞാൻ തന്നെ ഇവിടെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ നമുക്കിത് വിദൂരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഹിയർസെ, ഒരു പറഞ്ഞു കേട്ട അറിവാണ് എങ്കിൽ വരും വർഷങ്ങളിൽ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ വീടിനടുത്തേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സമയം അതിവിദൂരമല്ല എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. സീനിയർ ആർട്ടിസ്റ്റ് മനോജ് മുഖ്യാതിഥിയായി. സ്കൂളിലെ സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ കുട്ടികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച നേർവഴി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ഷോർട്ട് ഫിലിം തളിപ്പറമ്പ് DYSP KE പ്രേമചന്ദ്രൻ സീനിയർ ആർട്ടിസ്റ്റ് KU മനോജിന് നൽകി പ്രകാശനം ചെയ്തു. ബാലചന്ദ്രൻ എരവിൽ കഥയും തിരക്കഥയും നിർവഹിച്ച ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തത് സ്കൂൾ കൗൺസിലർ ശീതൾ KP ആണ്. NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾ ലഹരിക്കെതിരെ സംഗീതശില്പം അവതരിപ്പിച്ചു. അമ്മമാരും കുട്ടികളും ചേർന്ന് ജീവിതം തന്നെ ലഹരി എന്ന നൃത്തശില്പവും അവതരിപ്പിച്ചു. കൂടാതെ ഷോർട്ട് ഫിലിം പിന്നണിയിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ സർഗ ഫിലിം സൊസൈറ്റി സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനവും ബ്രോഷർ പ്രകാശനവും ജൂൺ 29 ഞായറാഴ്ച പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടക്കും. അടൂർ ഗോപാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ സർഗ ഫിലിം സൊസൈറ്റി 50ാം വാർഷികാഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം ജൂൺ 29 വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നിർവഹിക്കും. CV ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. TA മധുസൂദനൻ MLA ബ്രോഷർ പ്രകാശനം ചെയ്യും. മനോജ് കാന, മോഹനൻ C, ഡോക്ടർ സുജ വിനോദ്, K രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. ചലച്ചിത്രമേളകൾ, പരിസ്ഥിതി ഡോക്യുമെന്ററി പ്രദർശനങ്ങൾ, ചലച്ചിത്രാസ്വാദക ക്യാമ്പുകൾ, ഫിലിം സൊസൈറ്റി പ്രവർത്തകരുടെ ഒത്തുചേരലുകൾ, നാടകം, സംവാദം, സിനിമാ സംവാദം, സിംപോസിയം, ചർച്ചകൾ, സംഗീത പരിപാടികൾ, ആദരം, അനുസ്മരണം, പ്രദർശനങ്ങൾ, ഗൂഗിൾ മീറ്റുകൾ തുടങ്ങിയ വിപുലമായ പരിപാടികളാണ് സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സർഗ നടപ്പിലാക്കുന്നത്. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
PM ബാലകൃഷ്ണൻ, TK സന്തോഷ്, M രാജീവൻ, K രാമചന്ദ്രൻ, KU വിജയകുമാർ, ഗംഗാധരൻ മേലേടത്ത്, P ജനാർദ്ദനൻ, KP മോഹനൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രാദേശിക ഭരണകൂടങ്ങളുമായി ദേശീയപാത 66ന്റെ പ്ലാനിംഗ് സമയത്ത് NHAI ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്താത്തതാണ് പല ചെറു പട്ടണങ്ങളും രണ്ടായി വിഭജിച്ച ഇന്നത്തെ അവസ്ഥയിലെത്താൻ കാരണമായതെന്ന് ഗ്രാജുവേറ്റ്സ് അസോസിയേഷൻ ഓഫ് കൺസൾട്ടൻസ് എഞ്ചിനീയേഴ്സ് കാസർഗോഡ് സെന്റർ വാർഷിക പൊതുയോഗം ആരോപിച്ചു. ആർക്കിടെക്ട്സ് ആക്ട് ഭേദഗതി പിൻവലിക്കണമെന്നും സംഘടന കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പുതിയ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുമ്പോൾ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ കണക്കിലെടുക്കാതെ പരിമിതമായ അടിപ്പാതകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇത് പരിഹരിക്കാൻ കൂടുതൽ ഫ്ലൈ ഓവർ ബ്രിഡ്ജുകളും ഫുട് ബ്രിഡ്ജുകളും നിർമ്മിക്കണമെന്നും യോഗം ആവശ്യമുന്നയിച്ചു. ചെറുവത്തൂർ JK റെസിഡൻസിയിൽ നടന്ന വാർഷിക യോഗം ഗ്രേസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് A മഹേഷ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് സെന്റർ പ്രസിഡന്റ് രാജീവൻ പരങ്ങൻ അധ്യക്ഷത വഹിച്ചു. C ഷൌക്കത്ത് അലി, MS പ്രദീപ് നായർ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ജനറൽ സെക്രട്ടറി ഫലാഹ് അബ്ദുൽ സലാം, ട്രഷറർ ജലീൽ കണ്ണോത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ A സഫറുള്ള, A മഹേഷ്, സംസ്ഥാന ട്രഷറർ ഷാജു കല്ലമ്പത്ത്, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് V ദിനേശ്, KV രഞ്ജിത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. രാജീവൻ പരങ്ങൻ പ്രസിഡന്റായും ഫലാഹ് അബ്ദുൽ സലാം ജനറൽ സെക്രട്ടറിയായും ജലീൽ കണ്ണോത്ത് ട്രഷററായും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരുവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിമുക്ത വിദ്യാലയ പ്രഖ്യാപനം നടത്തി. പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ലഹരി ബോധവൽക്കരണ ഓട്ടൻതുള്ളലും അരങ്ങേറി. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിമുക്ത വിദ്യാഭ്യാസ പ്രഖ്യാപനം നടത്തി. പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ലഹരി ബോധവൽക്കരണ ഓട്ടൻതുള്ളലും അരങ്ങേറി. സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി അരങ്ങേറിയത്. കൂത്തുപറമ്പ് കലാനിലയമാണ് പരിപാടി അവതരിപ്പിച്ചത്. ധ്രുപദ്, ഇഷാനി എന്നിവരാണ് ബോധവൽക്കരണ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചത്. കലാമണ്ഡലം മഹേന്ദ്രനാണ് രചനയും സംവിധാനവും നിർവഹിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഏഴിലോട് AKG സ്മാരക വായനശാല ഗ്രന്ഥാലയം, വിമുക്തി ക്ലബ്ബ്, കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് സംയുക്താഭിമുഖ്യത്തിൽ ഏഴിലോട് ടൗണിൽ ലഹരിവിരുദ്ധ ദിനാചരണവും മനുഷ്യച്ചങ്ങലയും ലഹരിവിരുദ്ധ സദസ്സും സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP അംബുജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഏഴിലോട് AKG സ്മാരക വായനശാല ഗ്രന്ഥാലയം, വിമുക്തി ക്ലബ്ബ്, കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് സംയുക്താഭിമുഖ്യത്തിൽ ഏഴിലോട് ലഹരിവിരുദ്ധ ദിനാചരണവും മനുഷ്യച്ചങ്ങലയും ലഹരിവിരുദ്ധ സദസ്സും സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP അംബുജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. 17ാം വാർഡ് മെമ്പർ T പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. KC രാമചന്ദ്രൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. NSS യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ സിന്ധു പടോളി, MB ചന്ദ്രൻ, K രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ചൂരൽ ഗവൺമെന്റ് LP സ്കൂളിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KT ജയപ്രകാശ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഒരു തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കില്ലെന്ന് ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ചൂരൽ ഗവൺമെന്റ് LP സ്കൂളിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സതീശൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KT ജയപ്രകാശ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ K ഷാജു, വാർഡ് മെമ്പർ M ലീല, സ്കൂൾ മുൻ പ്രധാനാധ്യാപകൻ വിനോദ് മാസ്റ്റർ, സ്കൂൾ ലീഡർ ചിന്മയ പ്രിയേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സഹയാത്രിക വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചെറുവത്തൂർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് കുട വിതരണം ചെയ്തു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. സഹയാത്രിക വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചെറുവത്തൂർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് സൗജന്യമായി കുട വിതരണം ചെയ്തു. കൂട്ടായ്മയുടെ അംഗങ്ങളും വിദ്യാലയ അധികൃതരും ചടങ്ങിൽ പങ്കെടുത്തു. ഗ്രൂപ്പ് കൂട്ടായ്മ സെക്രട്ടറി ശ്യാമള V, അംഗം വനജ, മറ്റു കൂട്ടായ്മ അംഗങ്ങൾ ചേർന്ന് കുടകൾ കുട്ടികൾക്ക് വിതരണം ചെയ്തു. തുടങ്ങിയതിന് ശേഷം കുറച്ച് വൈകിയാണ് ഞാൻ ചേർന്നത്. പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ
നല്ല പ്രവൃത്തികൾ ഏറ്റെടുത്ത് സമൂഹത്തിലെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യത്വപരമായ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനുമൊക്കെ നമുക്ക് ഇന്ന് നിരവധി അവസരങ്ങളുണ്ട്. ഒരുപാട് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ ട്രസ്റ്റ് ഭാരവാഹികളോട് കൂട്ടാതിരാത്ത നന്ദി അറിയിക്കുന്നത്. കാരണം ഇന്നൊരു വീട്ടിൽ അച്ഛനമ്മ ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി. ട്രസ്റ്റ് സെക്രട്ടറി KP ദാമോദരൻ, ട്രസ്റ്റ് അംഗങ്ങളായ AKP നാരായണൻ, രാമകൃഷ്ണൻ കണ്ണോം തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. 35 കുടകളാണ് വിതരണം ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ റോവർ ക്രൂ നടത്തിവരുന്ന നീന്തൽ ട്രെയിനേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് സമാപിച്ചു. സമാപന ചടങ്ങിൽ പഠിതാക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. പയ്യന്നൂർ റോവർ ക്രൂ നടത്തിവരുന്ന നീന്തൽ ട്രെയിനേഴ്സ് ട്രെയിനിംഗ് കോഴ്സിന്റെ സമാപന ചടങ്ങ് റോവേഴ്സ് സ്വിമ്മിംഗ് അക്കാദമി രക്ഷാധികാരി ഡോക്ടർ PV അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ട്രെയിനർ KV പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ സെക്രട്ടറി രമേശൻ മുഖ്യാതിഥിയായി. മുഖ്യപരിശീലകൻ KV ജയറാം കോഴ്സിന്റെ വിജയത്തെക്കുറിച്ച് സംസാരിച്ചു. GK ഗിരിജ, C പ്രമോദ് കുമാർ, B ഗോപിക തുടങ്ങിയവർ സംസാരിച്ചു. പഠിതാക്കൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.